ഹലോ, നിങ്ങൾ വീഡിയോ എല്ലാം കാണാറുണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ കുറച്ച് ഫ്രേസസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്നറിയോ? അവർ വേർഡ്സ് പഠിക്കും, അതായത് വാക്കുകൾ പഠിക്കും, പക്ഷെ ഫ്രേസസ് പഠിക്കില്ല. എന്താണ് ഈ ഫ്രേസസ് എന്ന് വെച്ചാൽ? ഫ്രേസസ് എന്ന് വെച്ചാൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതായത് വാക്കുകളുടെ ഒരു കൂട്ടത്തിനെയാണ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഒരു 20 പവർഫുള്ളായിട്ടുള്ള ഡെയിലി യൂസ് ഫ്രേസസ് പഠിക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത് പഠിച്ചു കഴിഞ്ഞാൽ നാളെ തൊട്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. ഇത് നമ്മളൊരു ചെറിയൊരു കഥയിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. കഥ എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു ദിവസം നടക്കാൻ പോകുന്ന എന്തൊക്കെ സംഭാഷണങ്ങൾ നമുക്ക് ഈ ഫ്രേസസ് രൂപത്തിൽ പഠിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. രവി വാസ് റണ്ണിങ് ലേറ്റ് ഫോർ വർക്ക്. എന്താണ് ഇതിൻ്റെ അർത്ഥം? രവി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണോ? അല്ല. റണ്ണിങ് ലേറ്റ് ഇതൊരു ഫ്രേസാണ്. റണ്ണിങ് ലേറ്റ് എന്ന് വെച്ചാൽ വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രവി വാസ് റണ്ണിങ് ലേറ്റ് ഫോർ വർക്ക് എന്ന് വെച്ചാൽ രവി ജോലിക്ക് പോകാനായിട്ട് വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഹി വാസ് ഇൻ എ ഹറി. എന്താണ് ഇതിൻ്റെ മീനിങ്? അതുകൊണ്ട് അവൻ വളരെ തിരക്കിലായിരുന്നു. ഇൻ എ ഹറി എന്ന് വെച്ചാൽ തിരക്കിലായിരുന്നു. ഹിസ് വൈഫ് സെഡ്, ഹാങ് ഓൺ, യുവർ ലഞ്ച് ബോക്സ് ഇസ് റെഡി. എന്താണ്? അവൻ്റെ ഭാര്യ പറഞ്ഞു, ഹാങ് ഓൺ. ഹാങ് ഓൺ എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിമിഷം നിൽക്കൂ എന്ന് പറയില്ലേ, അതിനുള്ള ഫ്രേസാണ് ഹാങ് ഓൺ. നിങ്ങളുടെ ലഞ്ച് ബോക്സ് ഞാനിതാ എടുക്കുന്നു. ലഞ്ച് ബോക്സ് ഇസ് റെഡി. നോ പ്രോബ്ലം, ഐ വിൽ ടേക്ക് ഇറ്റ്, രവി റിപ്ലൈഡ്. നോ പ്രോബ്ലം എല്ലാവർക്കും അറിയാവുന്ന ഫ്രേസാണ്. കുഴപ്പമില്ല എന്ന് പറയാനാണ് നമ്മൾ നോ പ്രോബ്ലം എന്ന് ഉപയോഗിക്കുന്നത്. ഐ വിൽ ടേക്ക് ഇറ്റ് എന്ന് വെച്ചാൽ ഞാൻ അതെടുക്കാം. ബിഫോർ ലീവിങ് ഷീ സെഡ് ടേക്ക് കെയർ. എന്താണിത്? ബിഫോർ ലീവ് എന്ന് വെച്ചാൽ അവൻ പോകുന്നതിന് മുമ്പ് അവൾ പറഞ്ഞു ടേക്ക് കെയർ. ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിച്ചോളൂ കേട്ടോ എന്ന് പറയാനുള്ള ഒരു ഫ്രേസാണ് ടേക്ക് കെയർ. ഓക്കെ, സീ യു ലേറ്റർ. ദാറ്റ് സൗണ്ട്സ് ഗുഡ്, രവി സ്മൈൽഡ്. എന്താണ് ഇതിൻ്റെ മീനിങ്? സീ യു ലേറ്റർ എന്ന് വെച്ചാൽ പിന്നെ കാണാം. ദാറ്റ് സൗണ്ട്സ് ഗുഡ്. എന്താണ് അതിൻ്റെ മീനിങ്? ദാറ്റ് സൗണ്ട്സ് ഗുഡ് എന്ന് വെച്ചാൽ അത് നല്ല സൗണ്ട് ഉണ്ടാക്കും എന്നാണോ? അല്ല. ദാറ്റ് സൗണ്ട്സ് ഗുഡ് എന്ന് വെച്ചാൽ അത് നല്ല ആശയമാണ്. വെൻ ഹി റീച്ച് ദ ഓഫീസ് ഹിസ് ഫ്രണ്ട് സെഡ്, ലെറ്റ്സ് ക്യാച്ച് അപ്പ് ഡ്യൂറിങ് ലഞ്ച്. എന്താണത്? അവൻ ഓഫീസിലെത്തിയപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞു ലെറ്റ്സ് ക്യാച്ച് അപ്പ്. ഇതൊരു ഫ്രേസാണ്, ക്യാച്ച് അപ്പ്. ലെറ്റ്സ് ക്യാച്ച് അപ്പ് എന്ന് വെച്ചാൽ നമുക്ക് വിശേഷം പങ്കിടാം, അല്ലെങ്കിൽ നമുക്ക് എന്താണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. എപ്പോൾ? ഡ്യൂറിങ് ലഞ്ച് സമയത്ത് നമുക്ക് പിന്നീട് കണ്ട് സംസാരിക്കാം എന്ന് പറയാനാണ് ലെറ്റ്സ് ക്യാച്ചപ്പ് എന്ന് പറയുന്നത്. ഷുവർ, ബട്ട് ഫസ്റ്റ് ഐ നീഡ് ടു ഫിഗർ ഔട്ട് ദിസ് പ്രോബ്ലം, രവി സെഡ്. എന്താണ് ഇതിൻ്റെ മീനിങ്? ഷുവർ എന്ന് വെച്ചാൽ തീർച്ചയായും. ബട്ട് ഫസ്റ്റ് ഐ നീഡ് ടു ഫിഗർ ഔട്ട് ദിസ് പ്രോബ്ലം. ഫിഗർ ഔട്ട് എന്ന് വെച്ചാൽ പരിഹാരം കണ്ടെത്തണം. ഈ പ്രശ്നത്തിന് ഞാൻ ആദ്യം പരിഹാരം കണ്ടെത്തട്ടെ, എന്നിട്ട് നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. എ ലിറ്റിൽ ലേറ്റർ ഹി ആസ്ക്ഡ് ഹിസ് കൊളീഗ്, ക്യാൻ യു ഗിവ് മി എ ഹാൻഡ് വിത്ത് ദിസ് റിപ്പോർട്ട്. എന്താണിത്? എ ലിറ്റിൽ ലേറ്റർ എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളെയാണ് കൊളീഗ് എന്ന് പറയുന്നത്. അതായത് കൊളീഗിനോട് ചോദിച്ചു, ക്യാൻ യു ഗിവ് മി എ ഹാൻഡ് വിത്ത് ദിസ് റിപ്പോർട്ട്. എ ഹാൻഡ്, ഗിവ് മി എ ഹാൻഡ് എന്ന് വെച്ചാൽ എന്നെ സഹായിക്കാമോ, ഈ റിപ്പോർട്ട് ഉണ്ടാക്കാൻ എന്നെ സഹായിക്കാമോ, അതിനുള്ള ഫ്രേസാണ് ഗിവ് മി എ ഹാൻഡ്. ഓഫ് കോഴ്സ് എന്ന് വെച്ചാൽ തീർച്ചയായും. ഹിസ് മാനേജർ കോൾഡ് ആൻഡ് രവി റിപ്ലൈഡ്, ഐ ആം ഓൺ മൈ വേ. എന്താണ് ഇതിൻ്റെ മീനിങ്? അപ്പോൾ അവൻ്റെ മാനേജർ അവനെ കോൾഡ് എന്ന് വെച്ചാൽ വിളിച്ചു. എന്നിട്ട് രവി മറുപടി പറഞ്ഞു, റിപ്ലൈഡ് എന്ന് വെച്ചാൽ മറുപടി പറഞ്ഞു, ഐ ആം ഓൺ മൈ വേ. എന്താണ് ഓൺ മൈ വേ എന്ന് വെച്ചാൽ ഞാൻ വരികയാണ്. അപ്പോൾ ഓൺ മൈ വേ എന്നുള്ളത് അനദർ ഫ്രേസാണ്. ദ മാനേജർ സെഡ്, ടേക്ക് യുവർ ടൈം ആൻഡ് ഡു ഇറ്റ് കെയർഫുള്ളി. എന്താണ് ഇതിൻ്റെ മീനിങ്? മാനേജർ പറഞ്ഞു ടേക്ക് യുവർ ടൈം. എന്താ ടേക്ക് യുവർ ടൈം എന്ന് വെച്ചാൽ ധൃതി പിടിക്കണ്ട, അതിനുള്ള ഫ്രേസാണ് ടേക്ക് യുവർ ടൈം. ആൻഡ് ഡു ഇറ്റ് കെയർഫുള്ളി എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് ചെയ്തോളൂ. ബൈ ഈവനിങ് എവ്രി വൺ വാസ് ടയേർഡ്. വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും ടയേർഡായി, ക്ഷീണിച്ചു. ഐ എം എക്സോസ്റ്റഡ്, രവി സെഡ്. അപ്പോൾ രവി പറഞ്ഞു ഐ എം എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ ഞാൻ തീർത്തും ക്ഷീണിച്ചിരിക്കുന്നു, തീരെ വയ്യാതെയായി എന്ന് പറയില്ലേ, അതിനാണ് എക്സോസ്റ്റഡ് എന്ന് പറയുന്നത്. ഹിസ് കൊളീഗ് എൻകറേജ് ഹിം, കീപ് ഇറ്റ് അപ്പ്, യു ആർ ഡൂയിങ് ഗ്രേറ്റ്. എന്താണ് ഇതിൻ്റെ മീനിങ്? അവൻ്റെ സഹപ്രവർത്തകൻ അവനോട് പറഞ്ഞു, എൻകറേജ് ചെയ്തു, ചെയ്യുന്ന കാര്യത്തിനെ പ്രോത്സാഹിപ്പിച്ചു. കീപ് ഇറ്റ് അപ്പ്, യു ആർ ഡൂയിങ് ഗ്രേറ്റ്.
നീ ചെയ്യുന്ന ജോലി ഇങ്ങനെ തന്നെ തുടരൂ, നീ നന്നായി ചെയ്യുന്നു. നമ്മൾ കുട്ടികളോടൊക്കെ ഇടയ്ക്ക് പറയാവുന്ന ഒരു ഫ്രേസാണ് കീപ്പ് ഇറ്റ് അപ്പ്. നല്ല മാർക്ക് കിട്ടി അല്ലെങ്കിൽ അവരെന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ നമുക്ക് പറയാം കീപ്പ് ഇറ്റ് അപ്പ്, ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ്, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യൂ. സൂൺ ദ മാനേജർ സെഡ് ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? പെട്ടെന്ന് തന്നെ, സൂൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ. മാനേജർ പറഞ്ഞു ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ, ഇന്നത്തേക്ക് നമുക്ക് ജോലി അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ജോലി അവസാനിപ്പിക്കാം എന്നുള്ള ഫ്രേസാണ് ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. വെൻ രവി റീച്ച് ഹോം ഹി സെഡ് ഐ എം സ്റ്റാർവിങ്. രവി വീട്ടിൽ എത്തിയപ്പോൾ അവൻ പറഞ്ഞു ഐ എം സ്റ്റാർവിങ്, എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് നല്ല വിശക്കുന്നു. ഹിസ് റിലേറ്റീവ്സ് വെർ വിസിറ്റിംഗ്. അപ്പോൾ അവൻ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ റിലേറ്റീവ്സ്, ബന്ധുക്കളെല്ലാം വീട് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലീസ് മേക്ക് യുവർ സെൽസ് അറ്റ് ഹോം, രവി സെറ്റ്. മേക്ക് യുവർ സെൽസ് അറ്റ് ഹോം എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ വീട് പോലെ കരുതൂ. നിങ്ങളുടെ വീട് പോലെ കരുതൂ എന്നുള്ളതിനുള്ള ഫ്രേസാണ് മേക്ക് യുവർ സെൽസ് അറ്റ് ഹോം. ഹിസ് വൈഫ് നോട്ടീസ് ഹി ലുക്ക്ഡ് വറീഡ് ആൻഡ് ആസ്ക്ഡ് വാട്ട്സ് ഗോയിങ് ഓൺ. അവൻ്റെ ഭാര്യ അവനെ നോക്കിയപ്പോൾ അവൻ കുറച്ച് ആകുലപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. എന്നിട്ട് ചോദിച്ചു വാട്ട്സ് ഗോയിങ് ഓൺ, എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം. അപ്പോൾ വാട്ട്സ് ഗോയിങ് ഓൺ എന്ന് വെച്ചാൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നുള്ളതിൻ്റെ ഫ്രേസാണ് വാട്ട്സ് ഗോയിങ് ഓൺ. നത്തിങ് സീരിയസ്, ദാറ്റ് റിമൈൻഡ്സ് മീ ഐ ഫൊഗോട്ട് ടു സെൻഡ് എൻ ഇമെയിൽ. അപ്പോൾ അവൻ പറഞ്ഞു നത്തിങ് സീരിയസ്, വലിയ ഗൗരവമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാനൊരു ഇമെയിൽ അയക്കാൻ മറന്നുപോയി. ദാറ്റ് റിമൈൻഡ്സ് മീ എന്ന് വെച്ചാൽ ഓർമ്മിച്ചു, ഓർമ്മ വന്നു. ഹിസ് വൈഫ് ലാഫ്റ്റ് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അവൻ്റെ ഭാര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് ഇത്ര വലിയ കാര്യം, എ ബിഗ് ഡീൽ, ഇത്ര വലിയ കാര്യം. ആഫ്റ്റർ ഡിന്നർ രവി റിലാക്സ്ഡ് ആൻഡ് സെഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ വീക്കെൻഡ്. ഡിന്നറിന് ശേഷം രവി നല്ല റിലാക്സ് ആയിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് വീക്കെൻഡ് ആയാൽ മതി, ആഴ്ചയുടെ അവസാനം ആയാൽ മതി, അത് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ലുക്കിംഗ് ഫോർവേഡ് എന്ന് വെച്ചാൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ ഫ്രേസസും അതിൻ്റെ മീനിങ്ങും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ആവർത്തിച്ച് കണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമല്ലോ. നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് ലെറ്റ് എന്നുള്ള വേർഡിനെ കുറിച്ചാണ്. ഈ വേർഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ലെറ്റ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ എന്തെങ്കിലും അനുവാദം ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറയുക, അതുപോലെ എന്തെങ്കിലും നിർദ്ദേശം നൽകുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യട്ടെ, ഞങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിക്കുക, അതുപോലെ എന്തെങ്കിലും ഓഫർ നൽകുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ എന്തെങ്കിലും ബ്ലെസ് ചെയ്യുക. ഉള്ള സമയങ്ങളിലൊക്കെയാണ് നമ്മൾ ലെറ്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ലെറ്റ് പെർമിഷനായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അനുവാദത്തിനായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുക? അവനെ പോകാൻ അനുവദിക്കൂ, നമുക്ക് പറയാം ലെറ്റ് ഹിം ഗോ. ഇവിടെ ലെറ്റ് ഐ ഗോ എന്നല്ല വേണ്ടത്, ലെറ്റ് ഹിം, അതായത് ഒബ്ജക്റ്റീവ് പ്രൊനൗണാണ് വേണ്ടത്, ലെറ്റ് ഹിം ഗോ. അതുപോലെ അവളെ സംസാരിക്കാൻ അനുവദിക്കൂ, ലെറ്റ് ഹേർ സ്പീക്ക്. കുട്ടികളെ പുറത്ത് കളിക്കാൻ അനുവദിക്കൂ, ലെറ്റ് ദ ചിൽഡ്രൻ പ്ലേ ഔട്ട്സൈഡ്. അടുത്തത് നമ്മൾ ഓഫറായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉപയോഗിക്കുക എന്ന് നോക്കാം. ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ, ലെറ്റ് മീ ഹെൽപ്പ് യു. നിങ്ങളുടെ ബാഗ് ഞാൻ കൊണ്ടുപോകട്ടെ, ഞാൻ നിങ്ങളെ ബാഗ് കൊണ്ടുപോയി സഹായിക്കട്ടെ, ലെറ്റ് മീ ക്യാരി യുവർ ബാഗ്. ഞാൻ വിശദീകരിക്കട്ടെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അടുത്തത് നമ്മൾ എന്തെങ്കിലും സജഷൻ എന്ന് വെച്ചാൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എപ്പോഴും അഭിപ്രായം പറയുമ്പോൾ നമുക്ക് എന്ന് വെച്ചാണ് തുടങ്ങുക. അപ്പോൾ നമുക്ക് പോകാം, ലെറ്റ്സ് ഗോ. ഇവിടെ ലെറ്റ്സ് എന്ന് വെച്ചാൽ ലെറ്റ് കഴിഞ്ഞ് അപ്പസ്ട്രോഫി എസ്, അതിൻ്റെ മീനിങ് ലെറ്റേഴ്സ് എന്നാണ് വേർഡ്. ഈ ലെറ്റേഴ്സിൻ്റെ ഷോർട്ട് ഫോമാണ് ലെറ്റ്സ്. നമുക്ക് എന്ന് കിട്ടുവാനാണ് നമ്മൾ ലെറ്റ്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം, ലെറ്റ്സ് സ്റ്റഡി ഇംഗ്ലീഷ്. നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാം, ലെറ്റ്സ് ഹാവ് ലഞ്ച്. നമുക്കൊരു സിനിമ കാണാം, ലെറ്റ്സ് വാച്ച് എ മൂവി. അടുത്തതായിട്ട് ലെറ്റ് നമുക്ക് മറ്റുള്ളവരെ നമ്മൾ വിഷ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയണം നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ലെറ്റ് ഉപയോഗിക്കാം. ഉദാഹരണങ്ങൾ: സമാധാനം ഉണ്ടാകട്ടെ, ലെറ്റ് ദെയർ ബി പീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ലെറ്റ് ഗോഡ് ബ്ലെസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം, ലെറ്റ് us പ്രേ. ഇപ്പോൾ നമ്മൾ ലെറ്റിനെ കുറിച്ച് പഠിച്ചു. ലെറ്റിന് ശേഷം എപ്പോഴും നമ്മൾ വെർബ് 1, അതായത് ബേസ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ലെറ്റ് മീ ഗോ, ലെറ്റ് മീ പ്ലേ, അങ്ങനെ.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ലെറ്റിന് ശേഷം സബ്ജക്റ്റ് പ്രൊനൗൺ അല്ല ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ലെറ്റ് ഐ എന്നല്ല ലെറ്റ് മീ, ലെറ്റ് വി എന്നല്ല ലെറ്റസ്, ലെറ്റ് യു, യുവിൻ്റെ രണ്ടും ഒന്ന് തന്നെയാണ്, സബ്ജക്റ്റ് പ്രൊനൗണും ഒബ്ജക്റ്റ് പ്രൊനൗണും ഒന്ന് തന്നെയാണ്. അപ്പോൾ ലെറ്റ് യു എന്ന് പറയാം, ലെറ്റ് യു നോ. അതുപോലെ ലെറ്റ് ദേ എന്നല്ല ലെറ്റ് ദം സ്പീക്ക്, ലെറ്റ് ഹീ അല്ല ലെറ്റ് ഹിം, ലെറ്റ് ഷീ അല്ല ലെറ്റ് ഹെർ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡെയിലി ഉപയോഗിക്കാവുന്ന കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഈ ലെറ്റ് എങ്ങനെയാണ് ഇല്ല, അല്ല അങ്ങനെയുള്ള അർത്ഥം കിട്ടുവാനായിട്ട് നെഗറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട വേർഡാണ് ഡോണ്ട് ലെറ്റ്. അനുവദിക്കരുത്, അല്ലെങ്കിൽ ഇടവരുത്തരുത്, നടക്കാൻ അനുവദിക്കരുത്, വിടരുത്, പെർമിഷൻ ഇല്ല, ഇങ്ങനെയെല്ലാം മീനിങ് കിട്ടുവാനായിട്ടാണ് നമ്മൾ ഇത് ഡോണ്ട് ലെറ്റ് ഉപയോഗിക്കുന്നത്. അവനെ പോകാൻ അനുവദിക്കരുത്, നമ്മളെങ്ങനെ പറയണം? ഡോണ്ട് ലെറ്റ് ഹിം ഗോ. കുട്ടികളെ റോഡിൽ കളിക്കാൻ അനുവദിക്കരുത്, ഇത് നമ്മൾ പറയേണ്ടത് ഡോണ്ട് ലെറ്റ് ദ ചിൽഡ്രൻ പ്ലേ ഓൺ ദ റോഡ്. നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നെഗറ്റീവ് ചിന്തകൾ എന്ന് വെച്ചാൽ മോശമായ ചിന്തകൾ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ഇത് നമ്മൾ പറയേണ്ടത് ഡോണ്ട് ലെറ്റ് നെഗറ്റീവ് തോട്ട്സ് കൺട്രോൾ യു. ഈ അവസരം നഷ്ടപ്പെടാൻ അനുവദിക്കരുത്, ഇത് നമ്മൾ പറയേണ്ടത് ഡോണ്ട് ലെറ്റ് ദിസ് ചാൻസ് സ്ലിപ്പ് അവേ. ഇവിടെ ഞാൻ കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നത് നിങ്ങൾ കമൻറ്റിൽ എഴുതുമല്ലോ. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മൾ കുറച്ച് ഫ്രേസസ് പഠിച്ചു. എല്ലാവരും ഈ ഫ്രേസസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ലെറ്റ് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളും പ്രാക്ടീസ് ചെയ്യുമല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.